ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ അവരുടെ ഏഷ്യ കപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. ഏഷ്യ കപ്പിനോട് മാത്രമല്ല, ഏഷ്യ കപ്പിന് മുന്നോടിയായി നടക്കുന്ന ട്രൈ സീരീസ്, അഫ്ഗാനിസ്ഥാനും UAEയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ട്രൈ സീരീസിന് ഉൾപ്പെടെയുള്ള സ്ക്വാഡിനെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചത്. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ബാബർ അസവും മുഹമ്മദ് റിസ്വാനും ആ സ്ക്വാഡിൽ നിന്ന് പുറത്തായി. കോച്ചിൻ്റെ വിശദീകരണം എന്തെന്നാൽ, ഈ അടുത്ത കാലയളവിൽ ബാബർ അസമിൻ്റെയും മുഹമ്മദ് റിസ്വാൻ്റെയും സ്ട്രൈക്ക് റേറ്റിലെ ഇടിവാണ് അവരെ ടീമിൽ നിന്ന് പുറത്താകാനുള്ള കാരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിലും പാകിസ്ഥാൻ ആരാധകർക്കിടയിൽ വലിയൊരു ചർച്ചയായി മാറാൻ പറ്റുന്ന ഒരു സെലക്ഷനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നടത്തിയിരിക്കുന്നത്. ബാബർ അസം, മുഹമ്മദ് റിസ്വാനൊക്കെ വളരെയധികം ഫാൻ ബേസ് ഉള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സാണ് പാകിസ്ഥാനിൽ. ഇന്ത്യയെ പോലുള്ളൊരു ടീമിനെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ടീമിനൊക്കെ വമ്പൻ ഇതുള്ളപ്പോൾ, വമ്പൻ സ്കോപ്പ് അല്ലെങ്കിൽ വമ്പൻ ഹൈപ്പുള്ളപ്പോൾ, ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും പോലുള്ള മുൻനിര താരങ്ങളെ ഒഴിവാക്കിയത് എന്തായാലും വരും ദിവസങ്ങളിൽ താരങ്ങൾക്കിടയിലും പാകിസ്ഥാൻ ഫാൻസിനിടയിൽ വലിയൊരു ചർച്ചയായി മാറാൻ എന്തായാലും സാധ്യതയുണ്ട് ഫ്രണ്ട്സ്. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.